ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാനിട്ടേക്കുന്ന ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂറ്റിയാണ്. ഇതിന് മുമ്പ് ഞാനിട്ട വീഡിയോ എന്ന് പറയുന്നത് അബോട്ട്സ്ബറി സബ് ട്രോപ്പിക്കൽ ഗാർഡനിലേക്കുള്ളൊരു വിസിറ്റായിരുന്നു. അപ്പം ആ ഒരു ഗാർഡൻ്റെ തന്നെ ഒരു പാർട്ടാണ് ഈ അബോട്ട്സ്ബറി സ്വാനറിയം. ഓൾറെഡി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഉച്ചയ്ക്കാണ് അവിടെ എത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിസിറ്റൊക്കെ പെട്ടെന്നുള്ളതായിരുന്നു കേട്ടോ. ലാസ്റ്റ് മിനിറ്റാണ് ഞങ്ങൾ ഈ സ്വാനറിയിൽ എത്തിയത്. 5 മണി വരെയാണ് ഈ സ്വാനറി ഓപ്പൺ ആയിരിക്കുക. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് എൻട്രി 4 o'clock-നായിരുന്നു. ഞങ്ങൾ കറക്റ്റ് 4 o'clock-ന് അവിടെ എത്തി. ഞങ്ങളുടെ ടിക്കറ്റ് ഞങ്ങൾ ടിക്കറ്റ് ട്രോപ്പിക്കൽ ഗാർഡനിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അവർ സ്കാൻ ചെയ്തു. പിന്നെ അവർ പിള്ളേർക്കായിട്ട് ഒരു ആക്ടിവിറ്റി ബുക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ഓരോ പോയിൻ്റ് കണ്ടുപിടിക്കാനൊക്കെ ഉള്ളൊരിത്. അപ്പോൾ ആഷ്ലിനും അതുമൊക്കെ ആയിട്ട് ഓടി നടന്ന് കാണണ്ടായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ആ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, അവിടെ ഇപ്പോൾ ഈ സ്വാൻസിനൊക്കെ ഫീഡ് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ ഫീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സ്പീഡിൽ നടക്കുമായിരുന്നേ. അതിനിടയിൽ ഇതൊക്കെ കണ്ടു. അപ്പം ഞാനിതൊക്കെ തിരിച്ചു വരുമ്പോൾ കയറാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഓടിപ്പിച്ച് കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മനോഹരം കേട്ടോ. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ മലകളും പിന്നെ അവിടെ ഒരു കോട്ടയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇതിനുള്ളിലേക്ക് കയറുന്നൊരു എൻട്രൻസാണ് ഈ കാണുന്നത്. മെയിൻ എൻട്രൻസ് ആദ്യമേ ഞാൻ കാണിച്ചത് തന്നെ. അവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കുറച്ച് താഴേക്ക് നടന്നു വരുമ്പോഴാണ് ഈ ഒരു എൻട്രൻസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ നാട്ടിലെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. 2 സൈഡിലും ഈ മുളയൊക്കെ വളർത്തിയിട്ട് അവർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു ചെറിയ കൈവരി ഒരു തോട് പോകുന്നുണ്ട്. അതിനുള്ളിലും അരയണങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ തന്നെ അവർ ഫീഡുമായിട്ട് പോകുന്നത് കണ്ടു. അപ്പോൾ തന്നെ അവരുടെ പിന്നാലെ വെച്ച് പിടിച്ചു. ഈ അരയണങ്ങളൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തേക്കാണ്. ആ തോട് തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് അതിന് കിടക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്, കുറച്ച് താഴേക്ക് നടക്കാനുണ്ട്. ഇവിടെ 1-2 കാണാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് താഴേക്ക് ഇറങ്ങി അങ്ങ് ചെല്ലുമ്പം വലിയൊരു തടാകം, അതിനപ്പുറത്ത് ബീച്ചാണ്. അവിടെ കടൽ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബീച്ചിൻ്റെ ഇപ്പുറത്തായിട്ട് അവരിങ്ങനെ ഒരു മണൽത്തിട്ട് പോലൊരു ഇതുണ്ട്. അപ്പോൾ അതിനിപ്പുറത്തേക്കാണ് ഈ അരയണങ്ങൾ മുഴുവനുള്ളത്. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞത് ഈ പ്രാവശ്യം അവർക്ക് 800-ഓളം അരയണങ്ങൾ അവിടെ ഉണ്ട് എന്നാണ്. ഈ സ്വാനറി ഒക്ടോബർ വരെ ഓപ്പൺ ആയിരിക്കുന്നതാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ്. ഇത് അഡൾട്ടിന് ഈ ഒരു സ്വാനറി മാത്രമാണെങ്കിലുള്ള എമൗണ്ട് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ട്രോപ്പിക്കൽ ഗാർഡനും സ്വാനറിയും കൂടി എടുക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടി ഒരു ലാഭമായിട്ടുള്ളത്. രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഏകദേശം 19 പൗണ്ടിനടുത്ത് വരും അഡൾട്ടിന്. കുട്ടികൾക്കാകുമ്പോൾ ഒരു 10 പൗണ്ടിനടുത്ത് വരും. ഇതാട്ടോ അതിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ അരയണങ്ങളെല്ലാം ഉള്ളത്. ഇതൊന്നും അല്ല കേട്ടോ, കുറേ അധികമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. നമ്മളവിടെ എത്തിയത് അതിനെ ഫീഡ് ചെയ്യുന്നൊരു ടൈമിലായതുകൊണ്ട് തന്നെ നമുക്കതിനെ ഫീഡ് ചെയ്യാനും തൊട്ടടുത്ത് കാണാനും ഒക്കെ പറ്റി കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ അവർ ബക്കറ്റുകളിലായിട്ട് ഇങ്ങനെ ഫീഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ ഗോതമ്പാണ്, നമ്മുടെ മുഴുവനായിട്ടുള്ള ഗോതമ്പ്, പൊടിച്ചത് ഒന്നുമല്ല, ഫുള്ളായിട്ടുള്ള ഗോതമ്പ് മണികളാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിനൊക്കെ ഇങ്ങനെ എറിഞ്ഞിട്ടും കുറേ എണ്ണം വെള്ളത്തിലുണ്ടായിരുന്നു, കുറച്ചൊക്കെ കരയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനിങ്ങനെ ഫീഡൊക്കെ ചെയ്ത് അതങ്ങനെ കണ്ടോ, അതങ്ങനെ നമ്മുടെ അടുത്തേക്ക് വന്നും വാങ്ങിക്കും. എന്നാൽ കൂടുതലും വെള്ളത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് എറിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഞങ്ങൾ അതിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റി.
അബോട്ട്സ്ബറി സ്വാനറി വിസിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അവിടെ നമുക്ക് നമ്മുടെ സജഷൻസൊക്കെ എഴുതി വെക്കാനൊരു ബുക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻലി അതിൽ നല്ലൊരു സജഷനൊക്കെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. പോരുന്ന വഴി ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് കയറിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വ്ളോഗ് അവസാനിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബൈ ബൈ.